കേരള കോൺഗ്രസിനെ കുറിച്ച് നമ്മൾ സ്ഥിരമായി പറയുന്ന ഒരു കാര്യമുണ്ട്. വളരും തോറും പിളരും, പിളരും തോറും വളരും. എന്നാൽ നിരവധിയായ കഷ്ണങ്ങളായ കേരള കോൺഗ്രസ് കേരള രാഷ്ട്രീയത്തിൽ തന്നെ അപ്രസക്തമാകുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കേരള കോൺഗ്രസിന്റെ വിവിധ വിഭാഗങ്ങൾ ഇന്ന് വിവിധ മുന്നണികളായി പ്രവർത്തിക്കുന്നു. ഐക്യജനാധിപത്യ മുന്നണിക്കൊപ്പം കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം, ഇടതു മുന്നണിക്കൊപ്പം കേരള കോൺഗ്രസ് മാണി വിഭാഗവും, ജനാധിപത്യ കേരള കോൺഗ്രസും കേരള കോൺഗ്രസ് കറിയ തോമസ് വിഭാഗവുമെല്ലാം അവിടെയുണ്ട്. ഇത്തരത്തിൽ നിരവധിയായ കേരള കോൺഗ്രസ് രാഷ്ട്രീയ കേരളത്തിൽ അവരുടെ അഭ്യാസങ്ങൾ പയറ്റിത്തെളിഞ്ഞ ഏതെങ്കിലും തരത്തിൽ കേരളത്തിൽ തങ്ങൾക്ക് ഒരു സ്പേസ് ലഭിക്കുമോ എന്ന രൂപത്തിൽ പ്രവർത്തിച്ചിരുന്നു. എന്നാൽ അതിശയം അതൊന്നുമല്ല. കേരള കോൺഗ്രസ് രണ്ട് കേരള കോൺഗ്രസുകൾ, അതായത് കേരള കോൺഗ്രസ് മാണി വിഭാഗവും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവും ആരാണ് കൂടുതൽ ശക്തർ എന്ന തെളിയിക്കാനുള്ള പോരാട്ടത്തിലാണ്. ഐക്യജനാധിപത്യ മുന്നണിക്കൊപ്പം നിൽക്കുന്ന കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് അർഹമായ പ്രാതിനിധ്യം UDF നൽകുന്നുണ്ട്. എന്നാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കൊപ്പമുള്ള കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിലെ ചില പ്രവർത്തകന്മാർക്ക്, അല്ലെങ്കിൽ ബഹുഭൂരിപക്ഷം വരുന്ന പ്രവർത്തകന്മാർക്കും UDFിലേക്ക് അവർ തിരിച്ചു വരണമെന്ന ആഗ്രഹം ഉള്ളവരാണ്. എന്നാൽ കേരള കോൺഗ്രസ് മന്ത്രി കൂടിയായ റോഷി അഗസ്റ്റിന് ഇടതു മുന്നണി വിട്ട ഇവിടേക്ക് ഐക്യജനാധിപത്യ മുന്നണിയിലേക്ക് വരാൻ താല്പര്യപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം കടുംപിടുത്തം പിടിക്കുകയാണ്. നേരത്തെ മാണി വിഭാഗത്തെ UDF പാളയത്തിലെത്തിക്കാൻ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഒരു നീക്കം നടത്തിയിരുന്നു. റോഷി അഗസ്റ്റിൻ വില്ല് വെച്ചതോടുകൂടി ആ നീക്കം പാളി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വീണ്ടും ഇപ്പോൾ റോഷി അഗസ്റ്റിനും പാർട്ടി ചെയർമാൻ ജോസ് കെ മാണിയും തമ്മിൽ അസ്വാരസ്യങ്ങൾ ഉടലെടുത്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ജോസ് കെ മാണിയെ ഒതുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇടതുമുന്നണിയുടെ മധ്യമേഖല ജാഥയുടെ നായകനായ ജോസ് കെ മാണിയൊക്കൊപ്പം പത്രസമ്മേളനം നടത്തുമ്പോൾ റോഷി അഗസ്റ്റിൻ പറയുകയാണ്, മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞത്, പാലായിൽ ഇത്തവണ ജോസ് കെ മാണി മത്സരിക്കും. പാലാ KM മാണി മത്സരിക്കുന്ന കാലഘട്ടത്തിലെ പാലാ മണ്ഡലമല്ല. ആ വലിയ പാലാ മണ്ഡലത്തിന്റെ മറ്റൊരു ഭാഗം മറ്റൊരു മണ്ഡലത്തിലേക്ക് പോയിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. നിലവിൽ UDFന്റെ പ്രതിനിധിയായ മാണി സി കാപ്പനാണ് പാലായിൽ നിന്നുള്ള നിയമസഭാ അംഗം. മാണി സി കാപ്പനെ തോൽപ്പിക്കാൻ ജോസ് കെ മാണിയെ രംഗത്തിറക്കുമെന്നാണ് ഇടതുമുന്നണി പറയുന്നത്. അതിനാണ് റോഷി അഗസ്റ്റിന്റെ പിന്തുണയുള്ളത്. കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമായ പുതിയ പാലായിൽ ജോസ് കെ മാണി മത്സരിച്ചാൽ അത് ജോസ് കെ മാണിയുടെ രാഷ്ട്രീയ അന്ത്യം കുറിക്കുന്ന തെരഞ്ഞെടുപ്പായിരിക്കുമെന്ന് വളരെ കൃത്യമായി റോഷിക്ക് അറിയാം. അതുകൊണ്ട് തന്നെയാണ് റോഷി അഗസ്റ്റിൻ ജോസ് കെ മാണിയെ പാലയിൽ മത്സരിപ്പിക്കാൻ നിർബന്ധിക്കുന്നത്. പാലായിൽ മത്സരിച്ച ജോസ് കെ മാണി പരാജയപ്പെട്ടാൽ പാർട്ടിയിൽ അപ്രമാദിത്വം നേടാൻ തനിക്ക് കഴിയുമെന്ന റോഷിക്ക് കൃത്യമായ ബോധ്യമുണ്ട്. അത് തന്നെയാണ് റോഷിയുടെ ലക്ഷ്യവും. എന്തായാലും ഈ വിഷയത്തിൽ മുന്നണിക്കകത്ത് അല്ലെങ്കിൽ ഇടതുമുന്നണിക്കകത്തും വലിയ പ്രയാസങ്ങളുണ്ട്. പാർട്ടിക്കകത്ത് വലിയ തർക്കമാണ് നിലനിൽക്കുന്നത്. റോഷി അഗസ്റ്റിനെ പിന്തുണച്ച് ഒരു വിഭാഗവും റോഷി അഗസ്റ്റിനെ എതിർത്തുകൊണ്ട് മറ്റൊരു വിഭാഗവും രംഗത്ത് വരുന്നുണ്ട്. ഐക്യജനാധിപത്യ മുന്നണിക്കൊപ്പം പോകണം. കേരള കോൺഗ്രസിന്റെ ചെയർമാനായിരുന്ന KM മാണിയെ കോഴമാണി എന്ന് വിളിച്ച് അധിക്ഷേപിച്ച CPMകാരോടൊപ്പം ചേരണ്ട, അവരോടൊപ്പം ഇനി കൂട്ടുവേണ്ട എന്ന നിലപാടാണ് ജോസ് കെ മാണി വിഭാഗത്തിലെ വലിയ ഒരു വിഭാഗം പ്രവർത്തകർക്കുമുള്ളത്. എന്നാൽ റോഷി അഗസ്റ്റിനും സെബാസ്റ്റ്യൻ കളത്തിങ്കളും അടക്കമുള്ള ജയരാജ് MLA അടക്കമുള്ളവർ ഈ വിഷയത്തിൽ എതിരഭിപ്രായമുള്ളവരാണ്. ഇടതുമുന്നണിക്കൊപ്പം ചേർന്നു നിൽക്കണമെന്നാണ് ഇവരുടെ താല്പര്യം. ആ ഒരു പശ്ചാത്തലത്തിൽ പാർട്ടി പിളർത്തും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ജോസ് കെ മാണിക്ക് ഐക്യജനാധിപത്യ മുന്നണിക്കൊപ്പം ചേരാനുള്ള ആഗ്രഹമുണ്ട്. കാരണം ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഐക്യജനാധിപത്യ മുന്നണിക്ക് ഭരണം ലഭിക്കും എന്നൊരു പൊതുവികാരം കേരളത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ ജോസ് കെ മാണിക്ക് ഇപ്പുറത്തെത്തി മന്ത്രിയാകാനുള്ള ആഗ്രഹം നിലനിൽക്കുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ എന്ത് നിലപാടായിരിക്കും വരും ദിവസങ്ങളിൽ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൽ ഉണ്ടാവുക എന്നതാണ് കണ്ടറിയാനുള്ളത്. ഒരിക്കൽ കൂടി കേരള കോൺഗ്രസ് പിളരുമോ എന്നാണ് രാഷ്ട്രീയ കേരളം ആകാംക്ഷയോടുകൂടി നോക്കുന്നത്. അതായത് റോഷി വിഭാഗവും ജോസ് കെ മാണി വിഭാഗവും ആയി രണ്ട് വിഭാഗമായി കേരള കോൺഗ്രസ് മാണി വിഭാഗം പിളരാനുള്ള സാധ്യതയും ഇപ്പോൾ തള്ളിക്കളയാൻ കഴിയില്ല. എന്തായാലും ജോസ് കെ മാണിയുടെ കണ്ണ് UDFിലാണെങ്കിൽ റോഷി അഗസ്റ്റിൻ ഇടതുമുന്നണി വിട്ട് ഇപ്പോൾ പുറത്തേക്ക് പോകേണ്ട സാഹചര്യമില്ല. ജോസ് കെ മാണി പാർട്ടി പിളർത്തി പുറത്തു പോയാലും
താൻ പാർട്ടിക്കകത്ത് അല്ലെങ്കിൽ താൻ ഇടതുമുന്നണിക്കൊപ്പം അടിയുറച്ചു നിൽക്കുമെന്ന നിലപാടാണ് റോഷിക്കുള്ളത്. റോഷി മാത്രമല്ല, അതോടൊപ്പം തന്നെ സെബാസ്റ്റ്യൻ കളത്തിങ്കലും പ്രമോദ് നാരായണനും അടക്കമുള്ളവർ ഈ വിഷയത്തിൽ ഇടതുമുന്നണി വിട്ട് പുറത്തേക്ക് പോകേണ്ട സാഹചര്യം നിലവിൽ ഇല്ല എന്ന് തന്നെയാണ് അവരുടെ അഭിപ്രായം. ഈ ഒരു പശ്ചാത്തലത്തിൽ കേരള കോൺഗ്രസ് മാണി വിഭാഗം രണ്ടായി പിളരാനുള്ള സാധ്യതയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അത് തള്ളിക്കളയാൻ കഴിയാത്ത ഒരു യാഥാർത്ഥ്യം തന്നെയാണ്.